കണ്ണിൻ്റെ പ്രഷർ, ഇൻട്രോക്യുലർ പ്രഷർ ചെക്ക് ചെയ്യാനായിട്ട് പീരിയോഡിക്കലി വരാൻ പറയും. 3 മാസം ആവാം, 6 മാസം ആവാം, വർഷത്തിലൊരിക്കൽ ആവാം. അത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യാൻ വരണം. പ്രഷർ മാത്രമല്ല, കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഡാമേജ് എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് സ്കാൻ എടുക്കേണ്ടി വരും. അതും 6 മാസത്തിൽ ചിലരെ നിർദ്ദേശിക്കും, ചിലപ്പം വർഷത്തിലൊരിക്കൽ മതിയാവും. ഫീൽഡ് ടെസ്റ്റും അതുപോലെയാണ്. ഇയർലി ഫീൽഡ് ടെസ്റ്റും ചിലപ്പം വേണ്ടി വരും. ഇവിടെ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ടെൻഷൻ, കണ്ണിൻ്റെ പ്രഷർ മാത്രമല്ല നോക്കേണ്ടത്, ഈ പീരിയോഡിക്കൽ ചെക്കപ്സും വേണ്ടി വരും. മരുന്ന് ഒഴിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ ആ ഡോസേജും കറക്റ്റായിരിക്കണം. അതിന് ഒഴിക്കേണ്ട രീതിയും, ഒരു തുള്ളി ഒഴിച്ച് ഉടനെ തുടച്ച് കളയാൻ പാടില്ല. ഒരു 2-3 സെക്കൻഡെങ്കിലും കണ്ണടച്ച് വെക്കേണ്ടതാണ്. ഡോസേജ് കറക്റ്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രഷർ കൂടും, നെർവ് ഡാമേജ് വരും, ഞരമ്പ് നശിക്കാൻ തുടങ്ങും. അറിയാമല്ലോ, ഗ്ലോക്കോമയുടെ ഞരമ്പ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ അസുഖം വളരെ ശ്രദ്ധിച്ച് ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം ഫോളോ ചെയ്യേണ്ടതാണ്.